Hello students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ asexual reproductionന്റെ methods ആണ് പഠിച്ചത്. അത് organismsലുള്ളത് എന്തൊക്കെയാണെന്നുള്ളതും പ്ലാന്റ്സിൽ vegetative propagules ആണെന്നുള്ളത് പറയുകയും അതെന്തൊക്കെയാണെന്നുള്ളത് പഠിക്കുകയും ചെയ്തിരുന്നു. ഓക്കേ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് sexual reproductionന്റെ phases എന്താണ് അല്ലെങ്കിൽ sexual reproduction എന്താണ് അതിന്റെ മൂന്ന് phases വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാനുള്ളത്. അപ്പോൾ asexual reproduction നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു with or without the formation of gametes. അല്ലേ? No gametic fusion is there. Only one parent is involved എന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ what is sexual reproduction? എന്താണ് sexual reproduction എന്ന് പറയുന്നത്? Sexual reproductionന്റെ പ്രത്യേകത it involves the formation and fusion of gametes to form zygote which develops to form new organism. അതായത് അതിൽ gametes ഫോം ചെയ്യും. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ മെയിൽ ഗമീറ്റും ഫോം ചെയ്യും. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ ഫീമെയിൽ ഗമീറ്റും ഫോം ചെയ്തിട്ട് അത് ഫ്യൂസ് ചെയ്തുകൊണ്ട് സൈഗോട്ട് എന്ന് പറയുന്ന ആ ഒരു ഒറ്റ കോശം ഫോം ചെയ്യുന്നുള്ളതാണ്. എന്നിട്ട് അതിൽ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് എംബ്രിയോ ഫോം ചെയ്തുകൊണ്ട് അതൊരു പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദർ ഈസ് ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ് ആൻഡ് ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത, സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത. ഇനി ഈ ഫ്യൂഷന്റെ ഫലമായിട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെ ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഓഫ്സ്പ്രിങ്സ് ഫോം ചെയ്യുന്നത് രണ്ട് പാരന്റ്സ് ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ്. അതായത് ഒരു മെയിൽ പാരന്റും വരും, ഒരു ഫീമെയിൽ പാരന്റും വരും എന്നുള്ളതാണ്. ഇനി ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ്സ്പ്രിങ്സിന് വേരിയേഷൻ ഉണ്ടാവും. ബട്ട് ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് ഐഡന്റിക്കൽ ടു പാരന്റ്സ്. അതായത് ഇപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡിൽ നമ്മൾ പഠിച്ച മാതിരി ഒരൊറ്റ പാരന്റിന്റെ സ്വഭാവം മാത്രമല്ല ഉണ്ടാവുക, രണ്ട് പാരന്റ്സിന്റെയും സ്വഭാവം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വേരിയേഷൻ, മിക്സ്ചർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പൊ എപ്പോഴും ഒറ്റ പാരന്റിന്റെ മാത്രം സ്വഭാവമല്ല, രണ്ട് പാരന്റിന്റെയും കൂടി സ്വഭാവങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ വേരിയേഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാവണം. ഇനി അതിൽ തന്നെ ഒരു 2-3 ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവുമ്പോൾ ആ 3 ഓഫ്സ്പ്രിങ്സിനും വ്യത്യാസമുള്ള സ്വഭാവങ്ങളാണ് ഉണ്ടാവുക. അതാണ് വേരിയേഷൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഏതില്, സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ. ഇനി എന്താണ് അങ്ങനെ വേരിയേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റീപ്രൊഡക്റ്റീവ് സെൽസിൽ മിയോസിസ് നടക്കുന്നു എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ മിയോസിസ് നടക്കുന്നതിന്റെ ഫലമായിട്ട് ക്രോസിംഗ് ഓവർ നടക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ 2 ടൈപ്പ് ഗമീറ്റ്സ് വന്ന് ഫ്യൂസ് ചെയ്തുകൊണ്ടാണ് പുതിയൊരു സൈഗോട്ട് എന്ന് പറയുന്ന സെല്ല് ഫോം ചെയ്തിട്ട് ഈ എംബ്രിയോ ഫോം ചെയ്ത ഓർഗാനിസം ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത, ഫോർമേഷൻ ആൻഡ് ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് ആർ ദർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെത്തേഡിന്റെ മാതിരി കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ള പ്രോസസ് അല്ല, കുറച്ച് സ്ലോ ആയിട്ടുള്ള, കുറച്ച് ഇലോബറേറ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലെക്സ് പ്രോസസ് ആയിട്ടാണ് ഏത് വരുന്നത്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വരുന്നത്. അപ്പോ ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്ന ഒരു ഓർഗാനിസം, അതിപ്പോ ഫഞ്ചൈ ആവാം, ആനിമൽ ആവാം, ഹ്യൂമൻ ബീയിങ് ആവാം, എങ്ങനെ ആയി കഴിഞ്ഞാലും a sexually reproducing organism has 3 phases. അതായത് 3 ഫേസസിലൂടെ അത് കടന്നു പോകുന്നു എന്നുള്ളതാണ്. അത് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ജുവനൈൽ ഫേസ് ഓർ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയാം. രണ്ടാമത്തെ ഫേസ് റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയാം. മൂന്നാമത്തെ ഫേസ് സെനസൻസ് ഫേസ് എന്നാണ് പറയാം. അപ്പൊ ഏതൊരു സെക്ഷൽ റീപ്രൊഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്ന ഓർഗാനിസങ്ങളിലും ഈ 3 ഫേസിലൂടെ അതിന് കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ ജുവനൈൽ ഫേസ്, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫേസ് ഏതാണെന്ന് നോക്കാം. ജുവനൈൽ ഫേസ് ഓർ വെജിറ്റേറ്റീവ് ഫേസ് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ജുവനൈൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കേസിലൊക്കെ ജുവനൈൽ ഫേസ് എന്നാണ് പറയുക. കുട്ടിക്കാലം, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉള്ള ഒരു സമയം, അതിനെയാണ് ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി അല്ലെങ്കിൽ ശരീരത്തിന്റെ കൈയും കാലും ഒക്കെ വളരെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തില് നമ്മുടെ ബോഡിയിൽ ഗ്രോത്ത് ഒക്കെ ചെയ്യുന്ന ഒരു ഫേസ് ആണ് ഏതായിട്ട് പറയുന്നത്, ജുവനൈൽ ഫേസ്. അപ്പൊ പീരീഡ് ഓഫ് ഗ്രോത്ത്. ഇനി
പ്ലാന്റ്സിൽ പക്ഷേ നമ്മൾ ജുവനൈൽ ഫേസ് എന്നല്ല. പ്ലാന്റ്സ് നമ്മൾക്ക് അറിയാം, ഇപ്പൊ അതൊരു ചെറിയൊരു ചെടിയായി വളർന്ന് അതിന് ഇലകൾ വന്നു, ബ്രാഞ്ചസ് വന്നു, അതാണ് അതിന്റെ ആ ഒരു ഗ്രോത്ത് ഫേസ്. പക്ഷെ നമ്മൾ അതിനെ ജുവനൈൽ ഫേസ് എന്നല്ല പറയുന്നത്. പ്ലാന്റ്സിന്റെ കേസിൽ വെജിറ്റേറ്റീവ് ഫേസ് എന്നാണ് പറയുന്നത്. അപ്പൊ ജുവനൈൽ ഫേസ് മീൻസ് ഇറ്റ് ഇസ് ദ പീരീഡ് ഓഫ് ഗ്രോത്ത് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഫേസ് ആണ് റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളിലായി കഴിഞ്ഞാലും ആ കുട്ടിക്കാലം കഴിഞ്ഞ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് മെച്യൂർ ആവുക, അതായത് റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫേസ് ആണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. അത് പക്ഷെ പ്ലാന്റ്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഫ്ലവർ ഫോം ചെയ്യുന്ന ഫേസ് ആണ് ഏത് ഫേസ്? റീപ്രൊഡക്റ്റീവ് ഫേസ്. അപ്പോൾ ഒരു പ്ലാന്റിൽ ഫ്ലവർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി അറ്റൈൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത് റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ്, അതായത് പീരീഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ആൻഡ് ഇറ്റ് കംസ് ആഫ്റ്റർ ജുവനൈൽ ഫേസ്. അപ്പൊ എപ്പോഴും ജുവനൈൽ ഫേസ് കഴിഞ്ഞതിന് ശേഷമാണ് ഏത് ഫേസ് വരുന്നത്? റീപ്രൊഡക്റ്റീവ് ഫേസ് വരുന്നത്. ആൻഡ് ഇൻ പ്ലാന്റ്സ് ഫ്ലവറിംഗ് ഓക്കേഴ്സ് ഡ്യൂറിങ് ദിസ് ഫേസ്. അപ്പൊ പ്ലാന്റ്സിൽ ഫ്ലവറിംഗ് ഓക്കർ ചെയ്യുന്ന ഫേസ് ആണ് റീപ്രൊഡക്റ്റീവ് ഫേസ്. ഇനി ഇതൊക്കെ കഴിഞ്ഞു, റീപ്രൊഡക്ഷനിലൂടെ സന്താനങ്ങളെയൊക്കെ ഉൽപ്പാദിപ്പിച്ചു, കുറെ കഴിയുമ്പോഴത്തേക്കും സെനസൻസ് ഫേസ് എന്ന് പറയുന്ന ഒരു ഫേസ് വരികയാണ്. സെനസൻസ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഒക്കെ ഇല്ലാണ്ടായി, മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ കുറഞ്ഞ് അങ്ങനെയുള്ള ഒരു ഏജിങ് പ്രോസസ്സാണ് എന്തായിട്ട് പറയുന്നത്? സെനസൻസ് ഫേസ്. അതായത് എൻഡ് ഓഫ് ദി റീപ്രൊഡക്റ്റീവ് ഫേസ്. അപ്പോൾ a sexually reproducing organism has three phases. First phase is juvenile phase or vegetative phase. Second phase is reproductive phase. And third phase is senescence phase എന്ന് പറയും. ഇപ്പൊ ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ആദ്യം ഗ്രോത്ത് ഒക്കെ ചെയ്യുന്നു, പിന്നെ പതുക്കനെ ഫ്ലവർ ചെയ്യുന്നു, പിന്നെ പതുക്കനെ അത് സെനസൻസ്. ആൻഡ് സെനസൻസ് അൾട്ടിമേറ്റ്ലി ഓൾഡ് ഏജ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഡെത്ത് എന്നുള്ളതാണ്. ഡെത്ത്, അതായത് ഡൈ ഔട്ട് ആവുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ആദ്യം ജുവനൈൽ ഫേസ് പീരീഡ് ഓഫ് ഗ്രോത്ത് ആണെന്ന് പറഞ്ഞു. ആ റീപ്രൊഡക്റ്റീവ് ഫേസ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് ഓഫ് ദ പീരീഡ് വെൻ ആൻ ഓർഗാനിസം സെക്ഷുവലി റീപ്രൊഡ്യൂസ് എന്നുള്ളതാണ്. അപ്പൊ ഫ്ലവറിംഗ് ഫേസ് ആണ് പ്ലാന്റ്സിന്റെ കേസിൽ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോൾ രണ്ട് രീതിയിൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് മോണോകാർപ്പിക് പ്ലാന്റ്സ് എന്ന് പറയും. ആ മോണോകാർപ്പിക് പ്ലാന്റ്സിന്റെ പ്രത്യേകത ദേ ഫ്ലവേഴ്സ് വൺസ് ഇൻ ദർ ലൈഫ് ടൈം എന്നുള്ളതാണ്. ദേ ഫ്ലവർ ഓൺലി വൺസ് ഇൻ ദർ ലൈഫ് ടൈം. അവരുടെ ആ ലൈഫ് സൈക്കിളിൽ, അവരുടെ ലൈഫ് ടൈമിൽ ഒറ്റ പ്രാവശ്യം അവർ ഫ്ലവർ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ വെജിറ്റേറ്റീവ് ഫേസ് ഉണ്ടാവും, വെജിറ്റേറ്റീവ് ഫേസ് കഴിഞ്ഞ് ഒരൊറ്റ പ്രാവശ്യം ഫ്ലവർ ചെയ്തിട്ട് പിന്നെ സെനസൻസ് ഫേസിലേക്ക് അവർ എത്തുകയാണ് ചെയ്യുക. ഇപ്പൊ ക്യാരറ്റ്, വീറ്റ്, റൈസ്, ബാംബു പ്ലാന്റ്സ് ഉണ്ട്. ബാംബു പ്ലാന്റ്സിന്റെ പ്രത്യേകത മുള എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം വെജിറ്റേറ്റീവ് ഫേസ് അങ്ങനെ വന്നിട്ട് ഒറ്റ പ്രാവശ്യം ഫ്ലവർ ചെയ്യും, എന്നിട്ട് പിന്നെ അത് കംപ്ലീറ്റ്ലി ആ പ്ലാന്റ് ഡൈ ഔട്ട് ആവുന്ന ഒരു കണ്ടീഷനാണ് ഉണ്ടാവാറ്. അതിൽ തന്നെ സം സ്പീഷീസ് ഓഫ് ബാംബു ഫ്ലവർ ഓൺലി വൺസ് എന്നുള്ളതാണ്. ഒറ്റ പ്രാവശ്യം ഉണ്ടാവുള്ളൂ, പക്ഷെ അത് കുറേ കാലം എടുക്കും. ഒരു 50 to 100 ഇയേഴ്സിന്റെ അത്രയും സമയമൊക്കെ എടുത്തിട്ടായിരിക്കും ചില ബാംബു സ്പീഷീസ് എന്ത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ മോണോകാർപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം കാർപ്പൽ പ്രൊഡ്യൂസ് ചെയ്യുക, ഒറ്റ പ്രാവശ്യം ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുക അവരുടെ ലൈഫ് സൈക്കിളിൽ എന്നുള്ള കൺസെപ്റ്റ് ആണ് എന്തായിട്ട് പറയുന്നത്? മോണോകാർപ്പിക് പ്ലാന്റ്സ് എന്നുള്ളത്. ഇനി ഇത് ബാംബു സ്പീഷീസിന്റെ മാതിരി തന്നെ കുറച്ച് സമയം ലോങ് ടൈം എടുത്ത് ഫ്ലവർ ചെയ്യുന്ന മറ്റൊരു പ്ലാന്റിന്റെ കേസും കൂടി നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അത് സ്ട്രൊബൈലാന്തസ് കുന്തിയാന എന്ന് പറയും. അത് നീലക്കുറിഞ്ഞി എന്നാണ് അതിന്റെ മലയാളത്തിലുള്ള പേര്. നീലക്കുറിഞ്ഞി ഫ്ലവറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നീലക്കുറിഞ്ഞി. അപ്പൊ അത് മൂന്നാറില് സ്ട്രൊബൈലാന്തസ് കുന്തിയാനയാണ്. അപ്പൊ അത് മൂന്നാറില് അത് പൂത്ത് കഴിഞ്ഞാൽ ആ ഹില്ലി ഏരിയാസില് അങ്ങനെ നല്ല മാസായിട്ട് അങ്ങനെ ഫ്ലവർ ചെയ്തുകൊണ്ട് അത് കാണാൻ വേണ്ടി മാത്രം ധാരാളം ആളുകൾ ആ സമയത്ത് അവിടേക്ക് എത്താറുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ കഴിഞ്ഞ 2018 അത് ഫ്ലവർ ചെയ്തത്, 2006 ശേഷം. ഇനി വീണ്ടും ഇത് 12 വർഷം കഴിഞ്ഞാൽ പൂക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ 12 വർഷത്തിൽ ഒരിക്കലാണ് ഏതിന്റെ ഫ്ലവറിങ് വരുന്നത്? നീലക്കുറിഞ്ഞി ഫ്ലവറിന്റെ ആ ഒരു ഫ്ലവറിങ് വരുന്നത്. അപ്പൊ നമ്മൾ മോണോകാർപ്പിക് പ്ലാന്റ്സിന്റെ കേസ് ആണ് പറഞ്ഞത്. ഇനി മറ്റൊരു ടൈപ്പ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലവറിങ്
രീതി കാണിക്കുന്നത് പോളികാർപ്പിക് പ്ലാന്റ്സ് എന്ന് പറയും. അപ്പൊ പോളികാർപ്പിക് എന്ന് പറഞ്ഞാല് മെനി ടൈംസ് ദേ ഫ്ലവർ എന്നുള്ളതാണ് ആ പ്ലാന്റ്സിന്റെ പ്രത്യേകത. മെനി ടൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സൈക്കിളിൽ, അതായത് വെജിറ്റേറ്റീവ് ഫേസ് ഒക്കെ കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം അവരുടെ ലൈഫ് സൈക്കിളിൽ അങ്ങനെ ഫ്ലവർ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഫ്രൂട്ട് ഫോം ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മാംഗോ, ആപ്പിൾ, ഓറഞ്ച് എന്നുള്ളതെല്ലാം നമ്മൾക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയും. അപ്പൊ നമ്മുടെ ജാക്ക് ഫ്രൂട്ട് എന്നുള്ളതെല്ലാം നമ്മൾക്ക് ഈ പോളികാർപ്പിക് പ്ലാന്റ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി അതിൽ തന്നെ സീസണൽ ആയിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സും ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സും ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ ഫ്ലവറിങ് occurs മെനി ടൈംസ് ഇൻ ദ ലൈഫ് സൈക്കിൾ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത, പോളികാർപ്പിക് പ്ലാന്റ്സിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റി. ഇനി അത് ആനിമൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആനിമൽസിലും ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ഫേസ് ഉണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം. അപ്പൊ അവരിൽ തന്നെ സീസണൽ ആയിട്ട് ബ്രീഡ് ചെയ്യുന്നവരും ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്രീഡേഴ്സും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ബ്രീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പുതിയ ഓഫ്സ്പ്രിങ്സിനെ ഫോം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എന്നുള്ളതാണ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ സീസണൽ ബ്രീഡേഴ്സിന്റെ പ്രത്യേകത ദേ റീപ്രൊഡ്യൂസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഓഫ് ഇയർ എന്നുള്ളതാണ്. ആ ഒരു വർഷത്തിന്റെ ഒരു പർട്ടിക്കുലർ ടൈമിലാണ് അവർക്ക് ആ ഒരു ബ്രീഡിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അതേമാതിരി തന്നെ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് വരുന്നുണ്ട്. കണ്ടിന്യൂസ് ബ്രീഡേഴ്സിന്റെ പ്രത്യേകത അവർക്ക് ആ ഒരു ഇയർ ത്രൂ ഔട്ട് ദറ്റ് ഇയർ അവർക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ആ ഒരു റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സിനെ ഫോം ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. അതേമാതിരി തന്നെ ഫീമെയിൽസില് ഈ സൈക്ലിക്കൽ അനിമൽസിന്റെ കേസിൽ ഈ ഫീമെയിൽസിൽ സൈക്ലിക്കൽ ചേഞ്ചസ് ഒക്കർ ചെയ്യും ഈ റീപ്രൊഡക്ഷന്റെ സമയത്ത്. അതായത് അവരുടെ ഓവറീസിലാണ് സൈക്ലിക്കൽ ചേഞ്ചസ് ഒക്കർ ചെയ്യുക. അവിടെ ഹോർമോണൽ വേരിയേഷൻസും കാര്യങ്ങളും വരികയും ഓവുലേഷൻ ഫോം ചെയ്യുക അല്ലെങ്കിൽ എഗ് ഫോം ചെയ്യുക എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ സൈക്ലിക്കൽ ചേഞ്ചസ് ഫീമെയിൽസിൽ ഒക്കർ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ അത് വരാറുണ്ട്. പ്രൈമേറ്റ്സിലാണെന്നുണ്ടെങ്കിൽ അത് മെൻസ്ട്രുവൽ സൈക്കിൾ എന്നുള്ള പേരിലാണ് പറയുക. നോൺ പ്രൈമേറ്റ്സിലാണെന്നുണ്ടെങ്കിൽ അത് ഈസ്ട്രസ് സൈക്കിൾ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അതിന് മെൻസ്ട്രുവൽ സൈക്കിളിൽ ഇപ്പോൾ ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടാവും, പക്ഷേ ഈസ്ട്രസ് സൈക്കിളിൽ ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ആ ഫീമെയിൽസിൽ സൈക്ലിക്കൽ ചേഞ്ചസ് ഒക്കർ ചെയ്യുന്നത് രണ്ട് രീതിയിൽ വരാം, മെൻസ്ട്രുവൽ സൈക്കിൾ ആൻഡ് ഈസ്ട്രസ് സൈക്കിൾ എന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. ഏറ്റവും ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, എന്നാലും ഒന്നും കൂടി പറയാം. സെനസൻസ് ഫേസ് ഓർ ഓൾഡ് ഏജ് ഫേസ് എന്ന് പറയും. ഇറ്റ് ഇസ് ദ ലാസ്റ്റ് ഫേസ് ഓഫ് ലൈഫ് സ്പാൻ. ആ ലാസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇപ്പൊ മനുഷ്യന്റെ കേസ് ആയാലും പ്ലാന്റ്സിന്റെ കേസ് ആയാലും മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ വളരെ സ്ലോവർ ആയിരിക്കും. അങ്ങനെ സ്ലോവർ ആയിട്ട് പതുക്കനെ ആ ഒരു ഭാഗത്തിന് അല്ലെങ്കിൽ ഇപ്പൊ പ്ലാന്റ്സിന്റെ കേസിൽ ബ്രാഞ്ചസ് ആവാം, ലീഫ് ആവാം, എന്തും ആവാം വരുന്നത്. മനുഷ്യന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ പല പല ഭാഗങ്ങളും അങ്ങനെ പതുക്കനെ സ്ലോ ആയി അൾട്ടിമേറ്റ്ലി ഈ സെനസൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഫേസ് എന്ന് പറയുന്നത് ലീഡ്സ് ടു ഡെത്ത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെ വരുമ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അണ്ടർഗോ ചെയ്യുന്ന ഓർഗാനിസം പാസസ് ത്രൂ 3 phases: juvenile phase, reproductive phase and senescence phase. അപ്പൊ ഒരു ഓൾഡ് ഏജ് ഫേസ് എത്തുമ്പോൾ ഇപ്പൊ നമ്മള് മനുഷ്യരില് നമ്മൾ പലപ്പോഴും പറയും വയസ്സാവുമ്പോൾ വയസ്സായ ആൾക്കാരും കുട്ടികൾക്കും ഒരേ മാതിരിയാണ് സ്വഭാവം എന്ന് പറയും. കാരണം കുറെ അവരുടെ ഓർമ്മകൾ നശിച്ച് പണ്ടത്തെ ആ ഒരു കുട്ടിയുടെ സ്വഭാവത്തിലേക്ക് അവർ പോകുന്നൊരു കണ്ടീഷനൊക്കെ വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ 3 ഫേസസിലൂടെ കടന്നു പോകുന്നു സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ്: ജുവനൈൽ ഫേസ്, വെജിറ്റേറ്റീവ് ഫേസ് ആൻഡ് സെനസൻസ് ഫേസ്. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഹാവ് 3 സ്റ്റേജസ് എന്നുള്ളതാണ്. ഒന്ന് പ്രീ ഫെർട്ടിലൈസേഷൻ, മറ്റൊന്ന് ഫെർട്ടിലൈസേഷൻ സ്റ്റേജ് ആണ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്റ്റേജ് എന്ന് പറയും. ഈ 3 കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.